കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവതിരുനാമത്തെ വാഴ്ത്തുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം ഈ വൈകിയ സമയം നാം ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ വന്നിരിക്കുന്നു. കർത്താവ് നമ്മെ ഇതുവരെ അനുഗ്രഹിച്ചു. ദൈവം നമ്മോട് സംസാരിച്ചു. നാം ദൈവസന്നിധിയിലായിരുന്നത് നമുക്ക് അനുഗ്രഹമായിരുന്നു. ആ ഉറപ്പുള്ളവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഇന്ന് രാത്രിയിലെ അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് ഈ ലേഖനം എഴുതുന്നത്. ഈ ലേഖനത്തിനകത്ത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കും. കാരണം ഈ ലേഖനത്തിൻ്റെ താക്കോൽ വാക്യം എന്ന് പറയുന്നത് സന്തോഷിക്കുക എന്ന പദമാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷിപ്പീൻ. ഈ വായിച്ച വാക്യത്തിനകത്തും സന്തോഷമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. സ്തോത്രം, സ്തോത്രം. അപ്പോ എന്താണ് പൗലോസിനെ ഇങ്ങനെ സന്തോഷവാനാക്കുന്നത്? അത് മറ്റൊന്നുമല്ല, അവൻ്റെ അകത്ത് ദൈവം കൊടുത്ത സന്തോഷമാണ്. ദൈവം ഒരു വലിയ പ്രവൃത്തി പൗലോസിൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ച് തനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് തനിക്ക് സന്തോഷം. ഈ സത്യം ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുകയാണ്. എന്നിൽ മാത്രമല്ല, ഞാൻ സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുന്ന ദൈവജനത്തോട് എനിക്ക് പ്രാരംഭമായി പറയാനുള്ളത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നല്ലതാണ്. എന്തു ചെയ്താലും നല്ലതാ. അവിടെ പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. എന്തുകൊണ്ടാ ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് പറയാൻ കാരണം? അതിൻ്റെ ഉത്തരം, ദൈവത്തിൻ്റെ ക്യാരക്ടർ തന്നെ നന്മയാണ്. അവിടുന്ന് നന്മയുള്ളവനാണ്. അതുകൊണ്ടാ ചെയ്യുന്നതെല്ലാം നന്മയാകുന്നത്. ഇന്ന് രാത്രി നന്മയുള്ള ഒരു ദൈവം നമുക്കുണ്ടെന്ന് ഉറപ്പുള്ളവരും അതിൽ സന്തോഷിക്കുന്നവരും എത്ര പേരുണ്ട്? നമ്മൾ സേവിക്കുന്ന ദൈവം നന്മയുള്ള ദൈവമാണ്, നന്മ നിറഞ്ഞ ദൈവമാണ്. അതുകൊണ്ട് അവിടുന്ന് എന്ത് ചെയ്താലും അത് നന്മയായിരിക്കും. 119-ാം സങ്കീർത്തനം 68-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. വേഗം വായിക്കാം. അവിടെ പറയുക, നമ്മളെ നിർത്തി വായിക്കണം. നീ നല്ലവനും നന്മ ചെയ്യുന്നവനും ആകുന്നു. മതി മതി. നീ ആരാ? അതാ കാര്യം. അടിസ്ഥാനപരമായ കാര്യം അതാ.
ചെയ്യുന്നതൊക്കെ നന്മയാകുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? അവിടുന്ന് നല്ലവനായതുകൊണ്ടാ. സ്തോത്രം. ചിലരൊക്കെ തിന്മ പ്രവർത്തിക്കും, അല്ലേ? നാട്ടിലോട്ട് നോക്കിയാൽ എന്തൊക്കെ ദുഷ്ടതകളാ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ ക്രൂരതകളാ ചെയ്യുന്നത്. അതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ? അവരുടെ അകത്ത് ദുഷ്ടത കുടിയിരിക്കുന്നത് കൊണ്ടാ, അവരുടെ അകത്ത് പാപം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാ, അല്ലെ? നിറഞ്ഞു കവിയുന്നതല്ലേ പുറത്തോട്ട് വരും. പക്ഷേ ഇന്ന് രാത്രി ഞാനും നിങ്ങൾ സേവിച്ചാരാധിക്കുന്ന ദൈവം നന്മ ചെയ്യുന്നെങ്കിൽ, നല്ലത് ചെയ്യുന്നെങ്കിൽ, അതിന്റെ അർത്ഥം അവൻ നന്മയുള്ളവനായതുകൊണ്ടാ, അവൻ നന്മ നിറഞ്ഞവനാ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് നമ്മളിങ്ങനെ ഭാഗത്ത് വായിക്കുന്നു. അവൻ നന്മ ചെയ്തുകൊണ്ട്, അല്ലേ? പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി ചുറ്റി സഞ്ചരിച്ച വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. എന്തുകൊണ്ടാ യേശു നന്മ ചെയ്തത്? യേശു നന്മയുടെ ഉറവിടമായതുകൊണ്ടാണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ നന്മയാണെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാ? നന്മയാ. അവിടുന്ന് നന്മയാ. പിശാച് ഒരു നന്മയും ചെയ്യത്തില്ലെന്ന് നമ്മൾ പറയാൻ കാരണമെന്താ? അവനിൽ നന്മയില്ല. അതുകൊണ്ട് അവന് നന്മ ചെയ്യാൻ പറ്റില്ല. കാരണം അവന് നന്മയുടെ അംശം ഒട്ടുമില്ല. പിന്നെ താൽക്കാലികമായി ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നെങ്കിൽ അതൊക്കെ എന്താണ്? അവൻ്റെ ഒരു തന്ത്രമാ. അടിസ്ഥാനപരമായി അവൻ ചെയ്യുന്നത് അറുക്കാനും മുടിക്കാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ വന്നു. ആമേൻ. നന്മ ചെയ്തുകൊണ്ട് ആമേൻ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോ നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ, ഇപ്പൊ കർത്താവ് ചെയ്യുന്നതൊക്കെ എന്താ? നല്ല പ്രവൃത്തിയാ. എന്താ കാരണം? അവൻ നല്ലവനായതുകൊണ്ടാ. അതിന് നമ്മളെല്ലാവരും സ്തോത്രം ചെയ്യണം. മാത്രമല്ല, ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് പറയാൻ മറ്റൊരു കാരണം, ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മോശമായിട്ടൊക്കെ തോന്നും. നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ, ചില രോഗങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് മോശപ്പെട്ടൊരു കാര്യമായിട്ട് തോന്നും. അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ദൈവം നന്മയുള്ളവനായതുകൊണ്ട്, അവൻ നല്ലവനായതുകൊണ്ട്, അവൻ നന്മ മാത്രം ചെയ്യുന്നവനായതുകൊണ്ട് നിന്റെ ഈ രോഗത്തെ, നിന്റെ ഈ കടഭാരത്തെ, നിന്റെ ഈ പ്രതിസന്ധിയെ, നിന്റെ ഈ ആകുലതയെ, ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഒക്കെ അവിടുന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ? അതിനെയെല്ലാം കൂടെ അവൻ പിന്നീട് നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുമെന്ന് വചനം പറയുന്നു. മറ്റുള്ളവർ നിന്നോട് തിന്മ ചെയ്താൽ ആ തിന്മയെ വരെ നന്മയുള്ള നമ്മുടെ കർത്താവ് നമുക്ക് അനുകൂലമായി നന്മയ്ക്കാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി ദൂത് കേൾക്കാൻ ഇരിപ്പുണ്ട്? കാരണം എന്റെ ദൈവം മറ്റുള്ളവർ ചെയ്യുന്ന തിന്മയെയും ദ്രോഹത്തെയും പോലും നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. യോസഫിനെതിരെ സഹോദരന്മാർ തിന്മയാ ചെയ്തത്. പക്ഷേ യോസഫ് പറയാ, നിങ്ങൾ ചെയ്ത തിന്മയെല്ലാം, നിങ്ങൾ എന്നോട് ചെയ്ത ദ്രോഹമെല്ലാം എൻ്റെ ദൈവം എൻ്റെ നന്മയ്ക്കാക്കി മാറ്റി. ഇന്ന് ശപിക്കുന്നവര്, കുറ്റം പറയുന്നവര്, അപവാദം പറയുന്നവര്, ജീവിതത്തിൽ തകർക്കുന്നവര് ഭാരപ്പെടേണ്ട കേട്ടോ. നന്മയുള്ള ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നന്മ ചെയ്യുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, അവൻ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അതിനെയെല്ലാം നിന്റെ നന്മയ്ക്കാക്കി മാറ്റും. ഈ ഉപവാസ പ്രാർത്ഥന വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം അതിന്റെ തെളിവ് വായിച്ച പോലെ എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. ദൈവത്തെ സ്നേഹിക്കുന്നു. കണ്ടോ? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നൊരു ദൈവം ഇന്നത്തെ കഷ്ടങ്ങൾ നാളത്തെ അനുഗ്രഹമാക്കി മാറ്റും. ഇന്നത്തെ പരീക്ഷണങ്ങൾ നാളത്തെ വിടുതലാക്കി മാറ്റുക. ഇന്നത്തെ നിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നാളെ ദൈവത്തെ അനുഭവിക്കാനുള്ള കൃപയായി മാറ്റുക. ഇന്നത്തെ സാമ്പത്തിക തകർച്ച നാളെ ദൈവം നിന്നെ നടത്തിയ വഴിയോർത്ത് സ്തോത്രം ചെയ്യാൻ മുഖാന്തരമാക്കി മാറ്റുക. ഇന്നത്തെ നിന്റെ എല്ലാ
സാധ്യതകളും നാളത്തെ സാധ്യതകളാക്കി മാറ്റുന്ന ഒരു നന്മയുള്ള ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നത് കൊണ്ട് അവനെ കരമുയർത്തി ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. എന്തുകൊണ്ടാ ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണെന്ന് പറയുന്നത്? നന്മയുള്ളവനാണ്. 2, ഏത് തിന്മ ആര് ചെയ്താലും അതിനെ നന്മയാക്കി മാറ്റാനുള്ള കഴിവും ദൈവത്തിനുണ്ട്. ചിലരങ്ങ് ദ്രോഹിക്കാൻ ചെയ്തതാ, പക്ഷേ സർവശക്തൻ നന്മയുള്ളവൻ കൂടെ ഉള്ളത് കൊണ്ട് ആരൊക്കെ നന്മയാക്കി മാറ്റും. അതാണ് അവിടുത്തെ പ്രവൃത്തി. ഇനി 3-ാമത്തെ കാര്യം, അവിടുന്ന് നന്മ മാത്രമേ ചെയ്യൂ. അത് നമുക്കറിയാം. അവിടുന്ന് ചെയ്യുമ്പോൾ നന്മയായിരിക്കും. നന്മയല്ലാതെ ഒന്നും എന്ത് ചെയ്യില്ല. പക്ഷേ അതായത് അതിൻ്റെ തുടക്കം. പിന്നീട് ചിലപ്പോൾ അത് തിന്മയായി മനുഷ്യന്റെ പാപം നിമിത്തമൊക്കെ വഷളായി പോകും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ശ്രദ്ധിച്ച് കേൾക്കണേ. സൃഷ്ടിയെ നോക്കിക്കേ. ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കി. എല്ലാം ഉണ്ടാക്കിയിട്ട് ദൈവം എല്ലാത്തിനെയും ഒന്ന് നോക്കി. ഉൽപ്പത്തി 1:31 താൻ സൃഷ്ടിച്ചതിനെ എല്ലാം ദൈവം ഒന്ന് നോക്കി. ദൈവം പറഞ്ഞു, ഗുഡ്, നന്നായിരിക്കുന്നു. കാരണം അല്ലേ, ഞാൻ സൃഷ്ടിച്ചതൊന്നും മോശമല്ല. സ്തോത്രം. എന്നിട്ട് സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ ഈ ഭൂമിയിലെ മണ്ണ് കൊണ്ട് കുഴച്ച് മനുഷ്യരൂപമുണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. വരുവീൻ, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുക. അല്ലേ? സൃഷ്ടിച്ചു, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. നോക്കിയിട്ട് ദൈവം പറഞ്ഞു, ഗുഡ്, എത്ര നന്നായിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തു. മനുഷ്യൻ തിന്മ ചെയ്തപ്പോൾ ആ സൃഷ്ടി, അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. പക്ഷെ അവൻ അനേകം സൂത്രങ്ങളെ കണ്ടുപിടിച്ചു. മനുഷ്യൻ വഷളായതാ. പാപം ചെയ്തപ്പോൾ പിശാചിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കാൻ തുടങ്ങിയപ്പം അവനുള്ള നന്മ കുറഞ്ഞു വന്നു. ശരിയല്ലേ? പാപം മനുഷ്യന്റെ നന്മയെ കെടുത്തി. കാരണം പിശാചിനെ അനുസരിച്ചതോടുകൂടി മനുഷ്യനിലെ തേജസ് പോയി, മനുഷ്യനിലെ നന്മ പോയി. മനുഷ്യൻ അല്ലേ ഏറ്റവും വലിയ തിന്മയിലേക്ക് വീണു തുടങ്ങി. ബൈബിള് പറയുന്നത് പോലെ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തവരായി മാറി. എൻ്റെ ചോദ്യം, ഇതൊക്കെയാണെങ്കിലും ദൈവം വിട്ടോ? ദൈവം വിടുമോ? ദൈവം നന്മയ്ക്ക് സൃഷ്ടിച്ചതിനെ അല്ലേ തിന്മയാക്കി വെച്ചപ്പോ ദൈവം തോറ്റു പിന്മാറിയില്ല കേട്ടോ. ഹല്ലേലൂയ. തിരികെ ആ നന്മയിലേക്ക്, തിരികെ ആ തേജസ്സിലേക്ക്, തിരികെ ആ തേജസ്സിന്റെ പ്രഭയിലേക്ക് എന്നെയും നിങ്ങളെയും മടക്കി വരുത്താൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. മനുഷ്യജാതിയുടെ പാപപരിഹാരത്തിനായി അല്ലേ അവനെ കാൽവറിയിലേക്ക് അയച്ചത്. അവന്റെ രക്തം മൂലം നമുക്ക് പ്രായശ്ചിത്തം നൽകിയത്. നമ്മുടെ അകത്ത് അവൻ വീണ്ടും ജനനം ആരംഭിച്ചതും. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കേ. അതായത് നമ്മളിപ്പം നമ്മുടെ കുറിവാക്യത്തിൽ നിന്ന് വിശദീകരിക്കേണ്ടതാ രക്ഷയാ. അപ്പം നിങ്ങൾ അറിയണം, ദൈവം അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല. ഇന്ന് രാത്രി ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയാം, ആർക്കും നന്നാക്കാൻ പറ്റാത്ത ഏറ്റവും മോശപ്പെട്ട മ്ലേച്ഛമായ തകർന്നു കിടക്കുന്ന സ്ഥിതിയിലൊക്കെ കിടക്കുന്നത് കണ്ടിട്ട് ആളുകൾ പറയും, ഇവനെ ഇനി രൂപാന്തരപ്പെടുത്താൻ പറ്റുകയില്ല, ഈ വ്യക്തിയെ ഇനി രക്ഷപ്പെടുത്താൻ പറ്റുകയില്ല, ഇവനെ കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നിടത്ത സർവശക്തൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് അതിനെ രൂപപ്പെടുത്താൻ തുടങ്ങുക. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നിങ്ങളോട് വിളിച്ചു പറയട്ടെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ചെയ്തത് അതല്ലേ? സുവിശേഷം മൂലം ലോകത്ത് മുഴുവൻ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ? അല്ലെ? ലോകത്തിനും സമൂഹത്തിനും ഭവനത്തിനും ഒക്കെ വേണ്ടാതിരുന്നവര്, ഭീഷണിയായിരുന്നവര്, വെല്ലുവിളിയായിരുന്നവര്, അധർമ്മം പ്രവർത്തിച്ചവര്, തകർന്നു പോയവരെ അല്ലേ ദൈവം വീണ്ടെടുത്ത് അല്ലേ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ മെനഞ്ഞെടുത്ത പുതിയ പാത്രമാക്കി മാറ്റിയെടുത്ത ദൈവത്തിന്റെ അത്ഭുത കരത്തെ ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേരിവിടെ ഉണ്ട്? അവൻ എല്ലാം നന്മയാക്കുന്ന ദൈവം. സ്തോത്രം.
അടിയും ശിക്ഷയും ഒക്കെ നമുക്ക് പേടിയല്ലേ? അതിനകത്ത് എന്ത് നന്മയാ പാസ്റ്ററെ? അല്ലേ, അതിനകത്ത് എന്ത് നന്മയാ? പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം ശിക്ഷിക്കുന്നത് പോലും നന്മയ്ക്കാ. ദൈവം ശിക്ഷിക്കുന്നത് പോലും നന്മയ്ക്കാ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 10-11 വാക്യം വേഗം വായിക്കാം. എബ്രായർ 12-ാം അധ്യായം. അവർ ശിക്ഷിച്ചത് ആരാ? പിതാക്കന്മാർ. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. നാട്ടിൽ മനുഷ്യന്റെ ശിക്ഷ ഇങ്ങനെയൊക്കെയാ. അവർക്ക് ബോധിച്ച പോലെ എന്ത് ചെയ്യും? ശിക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ശിക്ഷ കൊണ്ടൊന്നും ഇവിടെ ആരും നന്നാകത്തില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ നാട്ടിൽ മൊത്തം ശിക്ഷയാ. എലി പിടിച്ചിടുന്നു, ഉണ്ട തീറ്റിക്കുന്നു, അല്ലേ, എന്തെല്ലാം ചെയ്യുന്ന പോലീസുകാർ കൈ കിട്ടി ഇടിച്ച് നടുവ് ഇടിച്ച് തളർത്തുന്നു. എന്നൊക്കെ ചെയ്തിട്ട് മനുഷ്യൻ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ഇന്ന് വരെ ഒരുത്തനും ഈ തല്ല് കൊണ്ടിട്ടും ഈ ശിക്ഷ കൊണ്ടിട്ടൊന്നും ഒരുത്തനും നന്നായിട്ടില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ശിക്ഷ അങ്ങനാ. അത് ബോധിച്ചതുപോലാ, തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലാ. സമയമൊക്കെ അവരങ്ങ് തീരുമാനിക്കും. പക്ഷേ ഒടയതമ്പുരാൻ അങ്ങനല്ല. അവൻ ഒരാളെ ഒന്ന് ശിക്ഷിച്ചാൽ, അവൻ ഒരാളെ തൊട്ടാൽ, അല്ലേ, അവൻ ഒരാളെ ഒന്ന് സ്പർശിച്ചാൽ അതിന് പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. സ്തോത്രം. ഒരു സാമ്പത്തിക തകർച്ച വന്നു, ദൈവം അനുവദിച്ചാൽ ദൈവത്തിന് അതിനകത്തൊക്കെ ചില കാര്യപരിപാടിയുണ്ട്. ചില രോഗാവസ്ഥയിലൂടെ ഒക്കെ കടത്തിവിട്ടു, അല്ലേ, ദൈവത്തിന് അതിനകത്തൊരു ലക്ഷ്യമുണ്ട്. ജീവിതത്തിൽ കടന്നു പോകുന്ന തകർച്ചകൾ, പ്രതിസന്ധികൾ, അത് നോക്കിയിട്ട് നമുക്കറിയില്ല. പക്ഷെ ദൈവമാണ് അത് ചെയ്യുന്നതെങ്കിൽ ആമേൻ, ദൈവത്തിന് അതിനകത്തെ ലക്ഷ്യം നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കണം. തെറ്റിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത്, ബാലശിക്ഷയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ബാലശിക്ഷ തരുന്നത് എന്തിനാണെന്നാ? ഇത്രേ ഉള്ളൂ. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്, നമ്മുടെ ദോഷത്തിനായിട്ടല്ല, നമ്മുടെ ഗുണത്തിനായിട്ടത്രേ നമ്മെ ശിക്ഷിക്കുന്നത്. ഇന്ന് രാത്രി തിരുവെഴുത്ത് കേൾക്കാനിരിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ തൂത് പറയുക, ഒരുപക്ഷേ നിങ്ങൾ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയി, പ്രതിസന്ധിയിലൂടെ കടന്നുപോയി, ദൈവത്തോട് അല്പം മറുതലിച്ചപ്പോ ഒരു പ്രശ്നം വന്നോ, ഒരു പ്രതിസന്ധി വന്നോ, ചില തകർച്ചകൾ ദൈവം അനുവദിച്ചു, ചില കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ടു. അയ്യോ, ദൈവത്തെ കുറ്റം പറയല്ലേ. ദൈവം അതിലൂടെ ആഗ്രഹിക്കുന്നത് നീ വിശുദ്ധി പ്രാപിക്കണമെന്നാ. അത് നിന്റെ ഗുണത്തിനാ. നീ വിശുദ്ധി പ്രാപിച്ചാൽ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റും. നീ ആ വിശുദ്ധിയിലേക്ക് വന്നാൽ ദൈവത്തിന് നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റും. നീ ആ വിശുദ്ധിയിലേക്ക് വന്നാൽ നിന്റെ ജീവിതത്തിന് മാറ്റം വരും. പ്രൈസ് ദി ലോർഡ്. നീ അശുദ്ധനായി നിന്നാൽ ദൈവത്തിന് അടുത്ത് വരാൻ പറ്റില്ല. അതുകൊണ്ട് നീ വിശുദ്ധീകരിക്കപ്പെടണം. അതിനാണ് ഈ ബാലശിക്ഷയൊക്കെ നൽകുന്നത്. മനസ്സിലായോ? ദൈവം ശിക്ഷിക്കുന്നത് പോലും എന്തിനാ? ദോഷത്തിനല്ല, ഗുണത്തിനാണ് എന്ന് നിങ്ങൾ അറിയണം. ഈ ദൈവത്തിൻ്റെ നന്മയുടെ വേറൊരു പ്രത്യേകത ഞാൻ പറയാം. ദൈവം നമുക്ക് മാത്രമാണോ നന്മ ചെയ്യുന്നത്? ദൈവം ചെയ്യുന്നത് നമുക്ക് മാത്രമാണോ? ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് മാത്രം ദൈവം നന്മ ചെയ്യുകയും അപ്പുറത്തെ, അല്ലേ, ആളുകൾക്കെല്ലാം അല്ലെങ്കിൽ അവർക്കെല്ലാം ദൈവം ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാ. അങ്ങനെ ചെയ്യാൻ ദൈവത്തിന് പറ്റില്ല. കാര്യം അവിടുന്ന് നന്മയാണ്, എല്ലാവർക്കും നന്മ ചെയ്യുന്നവനാ. സ്തോത്രം. വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കും. കേൾക്കില്ലേ? ഒരാൾ കരഞ്ഞു വിളിച്ചപ്പം നീ ദൈവം, ഞാൻ പറഞ്ഞു, അവൻ്റെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കത്തില്ലേ? നിങ്ങൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്നിടത്തോട്ട് ചെന്ന് നോക്കിക്കേ. ക്യാൻസർ മാറിയെന്നും അത് മാറിയെന്നും ഇത് മാറിയെന്നും ഒക്കെ പറയുന്നു. അതിനകത്ത് ഒറിജിനൽ നടന്ന കാര്യം പറയുക, പലതും നടക്കാത്ത ഫേക്കാ. ഇത് നടന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ അത് 99% ഈ പറഞ്ഞതുപോലെ വിശ്വാസിയൊന്നുമല്ല. ആണോ? വിശ്വാസിയാണോ? ആദ്യമായിട്ട് അവർ വന്നു, ദൈവത്തെ വിളിച്ച്, യേശുവേ നീ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? ചങ്ക് പൊട്ടി വിളിച്ചു, കർത്താവ് സൗഖ്യമാക്കി. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചവരുടെ ലിസ്റ്റ് എടുത്തേ. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ലേ ശതാധിപന്റെ കാര്യമൊക്കെ, അല്ലേ? കനാന്യ സ്ത്രീയുടെ കാര്യം സംസാരിച്ചില്ലേ? എല്ലാം വിശ്വാസികളാ? ഒന്നുമല്ല. അവിടെ ചോദിച്ചോ? ആദ്യം പോയി സ്നാനപ്പെട്ടേച്ചു വാന്ന് പറഞ്ഞോ?
സ്തോത്രം. നന്മ ചെയ്യുന്ന കാര്യത്തിൽ ദൈവം എല്ലാവർക്കും ചെയ്യും. നിന്റെ മക്കൾക്ക് ജോലി കൊടുക്കുന്ന പോലെ അപ്പുറത്തും ജോലി കൊടുക്കും. സ്തോത്രം കുറയല്ലേ, സ്തോത്രം കുറയല്ലേ, സ്തോത്രം. നിനക്ക് വീട് തന്നാൽ അതുപോലെ അവർക്കും എന്ത് ചെയ്യും? നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യമല്ലേ. ഇതെല്ലാം ദൈവം കൊടുക്കുന്നതാ. കൊടുക്കുന്നില്ലേ? അവർക്കും കൊടുക്കും. പക്ഷേ നിത്യജീവൻ വേണമെങ്കിൽ അതിനിവിടെ വരണം, അവൻ്റെ മുമ്പിൽ വരണം, അവനെ വിളിച്ചപേക്ഷിക്കണം, അവനെ വിശ്വസിക്കണം, അവൻ്റെ കൽപ്പന അനുസരിക്കണം. പക്ഷേ ബാക്കിയെല്ലാം ആർക്ക് വേണേലും കൊടുക്കുക. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവം അത്ര നന്മ ചെയ്യുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുരുഷാരത്തെ കണ്ട് അല്ലേ, അവർ ചിന്നിയവരും കുഴഞ്ഞവരുമായി കണ്ടപ്പോൾ മനസ്സിലഞ്ഞ അതേ കർത്താവ് ഇന്ന് ഈ ലോകത്തെ ഓർത്ത് കരയുക. അവൻ പ്രശ്നത്തിൽ അനുഭവിക്കുന്നവരുടെ മുമ്പിൽ ദൈവം ഇറങ്ങി ചെല്ലുക. ദൈവം പ്രവർത്തിക്കുന്നവനാ. അങ്ങനല്ലേ? മത്തായി 5:45 വേഗം വായിച്ചു. കണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ട് അനുഗ്രഹം. ആമേൻ. എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ടിരിക്കുക. അത് കാരണം എൻ്റെ ദൈവം നന്മ മാത്രമേ ചെയ്യുള്ളൂ, ഒരു ദോഷവും ചെയ്യില്ല. നിങ്ങളിരുന്നുകൊണ്ട് അവൻ്റെ മേൽ ന്യായവിധി വരണേ, അവന് കൊടുവാൾ അയക്കണമെന്ന് പറഞ്ഞ് അയക്കുന്ന ടൈപ്പ് നന്മയില്ലാത്ത ദൈവമല്ല ഞാൻ സേവിക്കുന്ന ദൈവം. ദൂത് മനസ്സിലായോ? നമ്മളോട് ഇച്ചിരി വിരോധമുണ്ട്, എന്നാൽ പിന്നെ അവൻ്റെ മേൽ ന്യായവിധി വരട്ടെന്നും പറഞ്ഞ് ചെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്യുന്ന പല ടൈപ്പ് ദൈവങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ശരിയല്ലേ? കുറച്ച് കൂടുതൽ കാശ് കൊടുത്താൽ, കൂടുതൽ നേർച്ച ചെയ്താൽ, കൂടുതൽ വഴിപാടുകൾ അർപ്പിച്ചാൽ അല്ലേ, അവനിട്ട് പാര പണിയുന്ന, അവനെ ദ്രോഹിക്കുന്ന ദൈവങ്ങളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ ദൈവം അങ്ങനൊരു ദൈവമല്ല. സന്തോഷമുണ്ട്, സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ മെസ്സേജിൻ്റെ ഫൗണ്ടേഷനിൽ വന്നതേ ഉള്ളൂ. ആദ്യത്തെ ഭാഗമാണ് ചിന്തിച്ചത്. ദൈവം ചെയ്യുന്നതെല്ലാം നന്മയാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. അപ്പം ദൈവം ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. ഫിലിപ്പിയിലെ സഭയോട് പറയുക, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. രണ്ട് നിലയിൽ ഞാൻ ആ കാര്യത്തെ ചിന്തിക്കാം. ആദ്യത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ രണ്ടാമത് ചിന്തിക്കാം. എന്നാൽ ആദ്യം ഞാൻ പറയാം, ആ സഭയോടുള്ള ബന്ധത്തിൽ ആ സഭയുടെ തുടക്കം ഒരു വലിയ ദർശനത്തിലൂടെ, ദൈവം പൗലോസിന് കൊടുത്ത ഒരു ദർശനത്തിലൂടെ. ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മാസിഡോണിയൻ കോൾ എന്ന് പറയും അല്ലേ. പൗലോസിന് ദൈവം മാസിഡോണിയക്കാരനായ ഒരു പുരുഷൻ നിന്നുകൊണ്ട് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന ദർശനം കൊടുത്തതിനെ കുറിച്ച് ഞാൻ വിശദമായി കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഈ വിഷയം ഇവിടെ സംസാരിച്ചതാണ്. അന്ന് ദർശനമനുസരിച്ച് പൗലോസ് ഫിലിപ്പിയിലെത്തി അല്ലേ. ഫിലിപ്പിയിലെത്തി. ദൈവമാ പറഞ്ഞു വിട്ടത്. പലയിടത്തും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ആഗ്രഹിച്ചപ്പോൾ ദൈവം പറഞ്ഞു, വേണ്ട, നേരെ പോരെന്ന് പറഞ്ഞു. അങ്ങനെ ഫിലിപ്പിയിലെത്തി. ഫിലിപ്പിയിൽ സഭ തുടങ്ങി. സ്തോത്രം. ആദ്യത്തെ വിശ്വാസി രക്താംബരം വിൽക്കുന്ന ലുദിയ അല്ലേ. പുഴവക്കത്ത് പൗലോസ് പ്രസംഗിച്ചു. ലുദിയയുടെ ഹൃദയം കർത്താവ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഇതാ വെളിച്ചപ്പാടത്തിയായ അല്ലെ, വെളിച്ചപ്പാട് ആത്മാവുള്ള പെൺകുട്ടി മനസ്സാന്തരപ്പെടുന്നു. അവളിലുള്ള ഭൂതത്തെ പൗലോസ് പുറത്താക്കുന്നു. പിന്നെന്താ റിസൾട്ട്? ജയിലിലേക്ക്. അവിടെ യജമാനന്മാർ ഇളകി പൗലോസിനെയും ശീലാസിനെയും അല്ലെ തടവിലാക്കുന്നു. ആ തടവറയിൽ അവർ കർത്താവിനെ പാടി സ്തുതിക്കുന്നു. ആ അത്ഭുതം സംഭവിച്ചതോടുകൂടെ അതിനകത്ത് കാരാഗ്രഹ പ്രമാണി ഉറച്ചുകൊണ്ട് അകത്തു വന്ന് പറയുക, സഹോദരന്മാരായ പുരുഷന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സ്തോത്രം. ചുരുക്കി പറഞ്ഞ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനമേറ്റു. സ്തോത്രം. ഫിലിപ്പിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ തുടങ്ങി.
നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. ആ സഭയോടുള്ള ബന്ധത്തിൽ ആ സഭയുടെ തുടക്കക്കാരൻ ദൈവം. പ്രൈസ് ദി ലോർഡ്. നല്ല പ്രവൃത്തി ആരംഭിച്ചു അല്ലേ? ദൈവം തുടങ്ങുന്നതെല്ലാം നല്ലതാ. ആ നല്ല പ്രവൃത്തി വന്നപ്പോഴല്ലേ ആ ഫിലിപ്പിയ പട്ടണത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടായത്, അന്ധകാരം തകർന്നത് അല്ലേ, ആഭിചാരത്തിന്റെ ശക്തികൾ തകർന്നത്, അവൻ ഭൂതാത്മാക്കൾ വിട്ടുപോയത്. ഇന്ന് പകൽ ഈ ദേശത്ത് ദൈവം ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. ഈ ദൈവസഭ 10-27 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഇവിടെ തുടങ്ങിയത് ദൈവത്തിന്റെ ഒരു നല്ല പ്രവൃത്തിയാ. അതിനകത്തൂടെ ദൈവത്തിന് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ദേശത്തിന്റെ ഇരുട്ട് മാറണം. ഈ ദേശത്ത് അന്ധകാരത്തിൽ കിടക്കുന്ന, ആഭിചാരത്തിൽ കിടക്കുന്ന, അന്യശക്തിയിൽ കിടക്കുന്ന ജീവിതങ്ങൾ വിടുവിക്കപ്പെടണം. ഈ ദേശത്ത് നിന്ന് അനേക പ്രിയപ്പെട്ടവരെ വിളിച്ചു വേർതിരിക്കപ്പെടണം. ഈ ദേശം അവൻ അനുഗ്രഹിക്കപ്പെടാൻ ഈ സഭ മുഖാന്തരമാകണം. ഫിലിപ്പിയിലെ ദൈവസഭയെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട് അല്ലേ? ഫിലിപ്പിയിലെ ദൈവസഭയെക്കുറിച്ച് ദൈവത്തിന് എന്തോ ഉണ്ട്? ഒരു ഭയങ്കരമായ പ്ലാൻ ഉണ്ട്. അപ്പം ആ പ്ലാൻ നടപ്പിൽ വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം ദൈവപ്രവൃത്തി ആരംഭിച്ചതേ ഉള്ളൂ. ആ കാര്യം ദൈവം നിവർത്തിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി അതിൻ്റെ 1-ാം അധ്യായം ദൈവം അവിടെ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. കർത്താവ് ആരംഭിച്ച പ്രവൃത്തി അവിടെ മറ്റുള്ളവരിലൂടെ നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ദൈവം ഒരു നല്ല കാര്യം ആരംഭിച്ചാൽ പൗലോസ് പറയുക അത് മറ്റുള്ളവരിലൂടെ തുടരണം, എങ്കിലേ അതിൻ്റെ ഒരു പൂർത്തീകരണം വരികയുള്ളൂ. പ്രവർത്തിച്ചവരും വന്നവരുമൊക്കെ പോയി അതോടുകൂടി പരിപാടി നിന്ന് ആളുകൾ വീട്ടിനകത്ത് കയറിയിരുന്നാൽ എന്തോ സംഭവിക്കും? എന്തോ സംഭവിക്കും? ദൈവം ആഗ്രഹിച്ച ഒരു പൂർത്തീകരണം വരത്തില്ല. പക്ഷെ പൗലോസ് പറയാ എനിക്ക് സന്തോഷം, അതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ചിലർ ധൈര്യത്തോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ചിലർ ധൈര്യത്തോടെ സാക്ഷിക്കുന്നു. ഞാൻ ജയിലിലായിട്ടും ഞാൻ ബന്ധനത്തിലായിട്ടും അവിടെ ആളുകൾ പ്രസംഗിക്കാൻ തയ്യാറായി. ഒരു സഭയോടുള്ള ബന്ധത്തിൽ ദൈവപ്രവൃത്തി ദൈവം ആഗ്രഹിച്ചത് തികയണമെങ്കിൽ ധൈര്യത്തോടെ ചിലർ നിൽക്കണം. മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നങ്ങളെ ഭയപ്പെടാതെ, ലോകത്തെ ഭയപ്പെടാതെ, സുവിശേഷ വിരോധികളെ ഭയപ്പെടാതെ ധൈര്യത്തോടെ സാക്ഷ്യം വഹിക്കാൻ ചിലർ നിൽക്കുമ്പോഴാ ദൈവം ഉദ്ദേശിച്ചത് പൂർത്തീകരണത്തിലേക്ക് വരികയുള്ളൂ. ആശയം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഇതൊന്നും ഞങ്ങളുടെ പരിപാടിയല്ല എന്ന് പറഞ്ഞ് അകത്ത് കയറിയിരുന്നാൽ ദൈവം ആഗ്രഹിച്ചത് പൂർത്തീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, തുടങ്ങി വെച്ചത് ദൈവമാണെങ്കിൽ ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കും. ഒരാമൻ പറഞ്ഞാട്ട്, കാരണം ഇത് നടത്തേണ്ട ദൈവത്തിന്റെ പരിപാടിയാ. അതുകൊണ്ട് ഒരാളില്ലെങ്കിൽ അടുത്തയാളെ ദൈവം എഴുന്നേൽപ്പിക്കും. ഒരാൾ ക്ഷീണിച്ചു നിന്നാൽ, ഒരാൾ മാറി നിന്നാൽ എരിവുള്ളതിനെ ദൈവം എഴുന്നേൽപ്പിക്കും. കാരണം ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ, അവന്റെ മിഷനിൽ പങ്കാളികളാകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുക. സ്തോത്രം. അടുത്തത് 2-ാം അധ്യായത്തിലേക്ക് പോകാം. 2-ാം വാക്യം. ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവം നിങ്ങളിൽ ആരംഭിച്ചത്, അതുകൊണ്ട് അവർക്ക് എഴുതിയത് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട്, ഐകമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി അങ്ങനെ അങ്ങോട്ട് തീരാമെങ്കിലുണ്ടല്ലോ, ദൈവം എന്താണോ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ദൈവം എന്താണോ ഫിലിപ്പിയെ കുറിച്ച് കാണുന്നത്, എന്താണോ വെസ്റ്റ് കല്ലടയെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി, അത് ഇങ്ങനെ ആളുകളൊന്ന് ഐക്യപ്പെടാമെങ്കിൽ, ഏകാത്മാവിലൊന്നും വരാമെങ്കിൽ ദൈവം അത് വേഗത്തിൽ പൂർത്തീകരിക്കും. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ ഈ സഭയോടുള്ള ബന്ധത്തിൽ 1-2 ദൂത് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മെയിൻ ഇതിലേക്ക് വരികയുള്ളൂ. അപ്പം അത് ചെയ്യണം. അടുത്തത്
12-ാം വാക്യം. ആ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കണമെങ്കിൽ, പൗലോസ് പറയുക, ഞാൻ അടുത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ ദൂരത്തിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും ഭയത്തോടുകൂടെ, അല്ലേ, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. കണക്ക് മാഷ് അടുത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിള്ളേരൊക്കെ സാർ അടുത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അല്ലേ, പേടിച്ച് പെട്ടെന്ന് തന്നെ പഠിക്കും. അല്ലേ, അപ്പനും അമ്മയും നല്ല വടിയെടുത്തോണ്ട് നിൽക്കുവാന്ന് പിള്ളേർ എന്ത് ചെയ്യും? ഇപ്പം നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അവരകത്ത് കയറുന്നു, റൂം അടയ്ക്കുന്നു. പഠിക്കുവാണോ ഫോണിൽ നോക്കുവാണോ നമുക്കറിയാൻ വയ്യ. പണ്ടങ്ങനല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുമായിരുന്നല്ലേ. ആളുണ്ടെങ്കിൽ പിള്ളേർ എന്ത് ചെയ്യുമായിരുന്നു? സാറന്മാരെ കാണുമ്പോൾ പ്രത്യേക ഒരു പേടിയില്ലേ? പൗലോസ് പറയുക, ഞാൻ അരികത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ, ഈ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ലെന്ന് പറഞ്ഞു. പിടി കിട്ടിയോ? ഞാൻ അരികത്തുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസിക്ക് ഒരു കുഴപ്പമുണ്ട്. ഇതിനകത്ത് വന്നിരുന്ന് ഈ ഒരു അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ നല്ല പാവം പോലൊക്കെ ഇരിക്കും. ഇപ്പൊ കണ്ടാൽ അവരെല്ലാം അനുസരിക്കും, പ്രാർത്ഥിക്കും, തികഞ്ഞ ആത്മികരാ, നല്ല മനുഷ്യരാ. പക്ഷെ അന്തരീക്ഷം വിട്ടു പോയാൽ കാര്യം പോയി. ശരിയല്ലേ? ഈ അന്തരീക്ഷത്തിൽ നിന്ന് പോയാൽ തീർന്നു. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞു, ഞാൻ അടുത്തിരിക്കുമ്പോൾ മാത്രമല്ല, എന്നെ കാണുമ്പോൾ നിങ്ങൾ വലിയ ഭക്തി ഭയവും വിശ്വാസവും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ഞാൻ ആ കൂടെ ഇല്ലെങ്കിലും നിങ്ങൾ ഭയത്തോടെ വിറയലോടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവപൈതലേ, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന, നിന്റെ കുടുംബത്തെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത് അത് പൂർത്തീകരണത്തിലേക്ക് വരുമ്പോ, ആലയത്തിനകത്ത് വരുമ്പം മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമല്ല, ഈ അന്തരീക്ഷം വിട്ട് പുറത്തു പോയാൽ ആരും കാണുന്നില്ലെങ്കിലും അവിടെയൊക്കെ ദൈവഭയത്തോടെ ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഗ്രഹിക്കുന്ന പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? പള്ളിക്കകത്ത് വരുമ്പോൾ മാത്രമുള്ള ഭക്തിയാണെങ്കിൽ വല്ല നടക്കുവച്ചാ? ഒന്നും നടക്കുകയല്ല. പകരം അല്ലേ, ഇവിടെ ഉള്ളപ്പോൾ മാത്രമല്ല, പുറത്താണെങ്കിലും ആ ഭയഭക്തിയോടെ ജീവിക്കാൻ തയ്യാറായാൽ. ഇവിടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന പദമുണ്ട്. ഞാനിവിടെ കഴിഞ്ഞ ചില ആഴ്ചകൾക്കും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, നാളുകൾക്ക് മുമ്പ് ഞാനത് പ്രസംഗിച്ചതാ. രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, രക്ഷ നമ്മുടെ പ്രവൃത്തിയിൽ കിട്ടുന്നതാണോ? ആണോ? അല്ല, രക്ഷപ്രവൃത്തിയിൽ കിട്ടുന്നതല്ല, സൗജന്യമാ. പിന്നെന്താ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ? ലഭിച്ച രക്ഷ, ഓൾറെഡി നമ്മൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു, ആ രക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നെ രക്ഷിച്ച ദൈവം, അതുകൊണ്ടാണ് നിങ്ങളെ രക്ഷിച്ച സുവിശേഷത്തിനൊത്തവണ്ണം, നിങ്ങളെ വിടുവിച്ച, നിങ്ങൾ വിശ്വസിക്കുന്ന സുവിശേഷത്തിനൊത്തവണ്ണം ജീവിക്കുക. രക്ഷിക്കപ്പെട്ട ഒരുത്തൻ എങ്ങനെ ജീവിക്കണം? അവന് ജീവിതം കണ്ടാൽ അറിയണം അവൻ ആരാ? രക്ഷിക്കപ്പെട്ടവനാ. അതാ പറഞ്ഞത്, രക്ഷയ്ക്കായുള്ള പ്രവൃത്തി നമ്മുടെ ഉദ്ദേശത്തിന്റെ അർത്ഥം ഇതാ: രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും രണ്ട് ജീവിതമാ. സ്വർഗത്തിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവൻ, അല്ലേ, അവന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ട്. കാരണം അവൻ ഇവിടുന്ന് പോകാനിരിക്കുന്നവനാണ്. അവന് നിത്യതയുടെ പ്രത്യാശയുള്ളവനാണ്. അവന്റെ സംസാരം വേറെയാ, അവന്റെ രീതി വേറെയാ, അവന്റെ നിലവാരം വേറെയാ. അവന്റെ ജീവിതവും രീതിയും കാണുമ്പോൾ അറിയാം അവൻ ഇവിടുന്ന് പോകാനിരിക്കുക. വിദേശത്തൊക്കെ പോകാൻ നേരത്ത് പാസ്പോർട്ട് എടുക്കുന്നതിന് മുമ്പ് വെരിഫിക്കേഷന് വരുത്തില്ലേ പോലീസുകാർ? പോകാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? പാസ്പോർട്ട് വേണം, എന്ത് ചെയ്യണം? പോലീസുകാർ നല്ല സർട്ടിഫിക്കറ്റ് തരണം, എന്ത് ചെയ്യണം? മാനം മര്യാദയ്ക്ക്. സ്തോത്രം. മേലിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവൻ, അല്ലേ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് ഞാനും നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചൊരു ജീവിതം, സ്തോത്രം, അതിനനുസരിച്ചൊരു സംസാരം,
അതിനനുസരിച്ചൊരു ഇടപാട്, അതിനനുസരിച്ചൊരു കാഴ്ചപ്പാട് ഇതുണ്ടെങ്കിൽ മാത്രമേ. സ്തോത്രം. ശരിയല്ലേ? അതുകൊണ്ടാ നമ്മൾ അതിനകത്ത് വായിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. യെസ്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് സകലവാദവും പിറുവിറുപ്പും കൂടാതെ ചെയ്യുവീൻ. എത്ര പേർക്ക് മനസ്സിലായി തിരുവെഴുത്ത്? സ്തോത്രം, സ്തോത്രം. നിങ്ങളിൽ ഒരു പ്രവൃത്തി ദൈവം തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിന് പൂർത്തീകരിച്ചേ പറ്റുള്ളൂ. അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് വരുത്താൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഫിലിപ്പിയരോട് പറയുക, നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ പ്രവൃത്തി അതെല്ലാം വ്യത്യാസമായിരിക്കണം. വക്രതയും കോട്ടമുള്ളൊരു തലമുറയാണ്, പാപം നിറഞ്ഞൊരു തലമുറയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അല്ലേ? എന്തും പറയാൻ ലൈസൻസ് ഉള്ള ഒരു തലമുറയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. എന്തും പ്രവർത്തിക്കാൻ അല്ലേ മടിയില്ലാത്തൊരു തലമുറയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ നിങ്ങൾ അവിടെ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി ജീവിച്ചെങ്കിലേ നിങ്ങളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിലേക്ക് ദൈവത്തിന് നിങ്ങളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സ്തോത്രം, സ്തോത്രം. 15-ാം വാക്യം. അവരുടെ ഇടയിൽ അവരുടെ ഇടയിൽ, ആരുടെ ഇടയിലാ? വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. ഈ വചനത്തിന് കൊടുത്തിരിക്കുന്ന പേര് കണ്ടോ? ഇത് ജീവന്റെ വചനമാ. വായിക്കുന്നവന് ജീവൻ തരുന്ന വചനമാ, ജീവിപ്പിക്കുന്ന വചനമാ. ഇതുപോലൊരു വചനം വേറെ അങ്ങുമില്ല. പുസ്തകമൊക്കെ ഒത്തിരി ഉണ്ട് പ്രിയപ്പെട്ടവരെ, പക്ഷെ ഇത് ജീവന്റെ വചനമാ. ഇത് തന്നതിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ജീവന്റെ വചനം വായിച്ചുകൊണ്ടെന്നല്ല, വായിച്ച് കേട്ടുകൊണ്ടെന്നല്ല, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. സ്തോത്രം. ലോകത്തിൽ ഈ ലോകത്തിൽ നക്ഷത്രങ്ങളെ പോലെ നിങ്ങൾ പ്രകാശിക്കണം. സ്തോത്രം, സ്തോത്രം. അങ്ങനെ ചെയ്യുമ്പോൾ തൊട്ട് താഴെ, അങ്ങനെ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പുകഴ്ചയുണ്ടാകും, പ്രശംസയുണ്ടാകും. ഓക്കെ അല്ലേ? സ്തോത്രം. അപ്പോ ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇത് ചെയ്തെങ്കിലേ എന്തോ ഉണ്ടാവും? നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അത് തികയ്ക്കാൻ പറ്റുള്ളൂ. അവിടുന്ന് തികയ്ക്കും. അത് തികയ്ക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്ത് ചെയ്യണം? ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യണം. സ്തോത്രം, 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 സ്തോത്രം. എന്താണ് നമ്മളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി? ഓൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എങ്കിലും ഒന്നുകൂടെ പറയാം. എന്താണ് നല്ല പ്രവൃത്തി? ആ നല്ല പ്രവൃത്തി വേറൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത രക്ഷയാ. ദൈവം നമ്മെ രക്ഷിച്ചു. ആ രക്ഷയുടെ ആരംഭമായി ദൈവം നമുക്ക് വീണ്ടും ജനനം നൽകി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. നിക്കോദിമോസിനോട് അല്ലെ യേശു കർത്താവിന്റെ വാക്കുകൾ വായിക്കാം. യേശു അവനോട്, ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനനം. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ദൈവം നമ്മളിൽ അത് നൽകി അല്ലേ? അവർ ജഡത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവ വചനത്താലത്രേ വീണ്ടും ജനിച്ചത്. ബാക്കിയില്ലേ യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാൻ 1:13, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല,
ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഒരു പുതുജനനം നൽകിയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടപ്പോ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഏറ്റുപറഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് ഒരു പുതിയ സൃഷ്ടി നടത്തി. നീ ഇന്ന് ഒരു പുതിയ സൃഷ്ടിയാ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. അതിന് പറയുന്ന പേരാ വീണ്ടും ജനനം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പൊ ഇത് ദൈവം നമ്മളിൽ തുടങ്ങി വെച്ചു അല്ലേ? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ അവൻ വായിക്കോ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. സ്തോത്രം. നമ്മളിൽ ഒരു രക്ഷയുടെ തുടക്കം ദൈവമിട്ടു. കർത്താവ് നമ്മളെ രക്ഷിച്ചു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവവൈതലേ, എൻ്റെയും നിങ്ങളുടെയും പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ. പ്രൈസ് ദി ലോർഡ്. ഈ നാശലോകത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടവരാ. ദൈവത്തിൻ്റെ നിത്യ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടവരാ. ഞാനും നിങ്ങളും നീതീകരിക്കപ്പെട്ടവരാ. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അങ്ങനെയല്ലേ പറയുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ആമേൻ. അപ്പൊ ഞാനും നിങ്ങളും നീതീകരിക്കപ്പെട്ടവരാ, രക്ഷിക്കപ്പെട്ടവരാ, വീണ്ടും ജനനം പ്രാപിച്ചവരാ അല്ലേ? നമ്മുടെ പ്രത്യേകത മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അങ്ങനെ രക്ഷിക്കപ്പെട്ട, വീണ്ടും ജനനം പ്രാപിച്ച, നീതീകരിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വിശുദ്ധീകരണം. എന്താ വിശുദ്ധീകരണം? പൗലോസ് പറയുക, നിങ്ങളിൽ നല്ല പ്രവൃത്തിക്ക് ആരംഭമിട്ടവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. നമ്മളെ രക്ഷിച്ചെങ്കിൽ, നമ്മളെ വീണ്ടെടുത്തെങ്കിൽ, നമ്മളെ നീതീകരിച്ചെങ്കിൽ, നമുക്ക് വീണ്ടും ജനനം നൽകിയെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ഈ പാപജടത്തിലാ ജീവിക്കുന്നത്, ഈ ലോകത്തിലാ ജീവിക്കുന്നത്. നമ്മുടെ ജഡം രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആമേൻ. അവിടെ ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക. ഒറ്റ ദിവസം കൊണ്ട് തീരുന്നൊരു പരിപാടിയല്ല. ക്രിസ്തുവിൻ്റെ നാളോളം ആമേൻ കാഹളം ധ്വനിക്കുന്നത് വരെ, നമ്മുടെ മരണം വരെ ആമേൻ ആ വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ നമ്മളെ ദൈവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. വചനം പറയുകയാ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. സ്തോത്രം. അപ്പൊ തുടർച്ചയായി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കർത്താവ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ ഈ പാപം ചെയ്യുമ്പോൾ ജീവിതത്തിൽ ബാലശിക്ഷയെ കുറിച്ച് പറഞ്ഞില്ലേ? എന്തിനാ ബാലശിക്ഷ? നമ്മൾ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കാൻ. ദൈവത്തിന് നമ്മളങ്ങ് വെറുതെ വിട്ടാ പോരെ? പാപം ചെയ്തോ മോനെ എന്ന് പറഞ്ഞാ പോരെ? എന്തു തെറ്റും ചെയ്തോ എന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. കാര്യം എന്താ? നിന്നിൽ ഒരു പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്, അതിനൊരു പൂർത്തീകരണമുണ്ട്. ആ പൂർത്തീകരണം വരുത്തണമെങ്കിൽ നിന്റെ അകത്ത് അവൻ അശുദ്ധി കയറാൻ അനുവദിക്കാൻ പാടില്ല. പാപത്തിൽ നീ ജീവിക്കാൻ പാടില്ല. നിന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 3:18. എല്ലാരും കണ്ടോ? കേട്ടോ? വാക്യം കേട്ടോ? മോളെ നിർത്തി വായിക്കണം. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ. അപ്പൊ നമ്മൾ കർത്താവിന്റെ തേജസ്സിനെ എന്ത് ചെയ്യുക? പ്രതിബിംബിപ്പിക്കുന്നവരാ. കണ്ണാടി പോലെ. കണ്ണാടി റിഫ്ലക്റ്റ് ചെയ്യുന്നതാ. പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. എന്നിട്ട് നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി
തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിന്റെ അതേ പ്രതിമയെ പോലെ നാം രൂപാന്തരപ്പെടണം. ഇന്നിവിടെ ഇരിക്കുന്ന വിശ്വാസികളോട് പറയട്ടെ, കേവലം നിന്നെ ഒരു ഓണക്ക വിശ്വാസിയായി അങ്ങ് കൊണ്ടുപോകാനല്ല അവൻ വന്നത്. അവനെ പോലെ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നീ രൂപാന്തരപ്പെട്ടേ പറ്റൂ. അങ്ങനെ പെടുത്താൻ വേണ്ടിയാ, അങ്ങനെ നിന്നെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാ അവൻ ഇവിടെ വന്നത്. അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ആളെ കെട്ടി മേളിൽ കൊണ്ടുപോകുന്ന ഒരു പരിപാടിയല്ല. ശുദ്ധീകരിച്ച് തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് വിശുദ്ധിയോടെ അവന്റെ മുമ്പിൽ നിൽക്കാൻ. കർത്താവിന്റെ മിഷൻ മനസ്സിലായ എത്ര പേരുണ്ട്? അതിനാ നല്ല പ്രവൃത്തി ആരംഭിച്ചത്. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിക്കണം. ആ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടണം, നമ്മുടെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടണം, നമ്മുടെ വാക്കുകൾ വിശുദ്ധീകരിക്കപ്പെടണം, നമ്മുടെ സംസാരത്തിൽ വിശുദ്ധി ഉണ്ടാകണം, നമ്മുടെ ഇടപാടുകൾ വിശുദ്ധി ഉണ്ടാകണം. നാം പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടണം. സ്വത്രം. ഈ പരിപാടി ആര് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവ് നമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കാം. വേഗം. 1 തെസ്സലോനിക്കർ 4:3. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്താ കർത്താവേ അങ്ങ് ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്? മക്കളെ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകണം. നിങ്ങൾ എൻ്റെ തേജസ് പ്രാപിച്ച്, അല്ലേ, എൻ്റെ പുത്രൻ്റെ തേജസ്സിലേക്ക് നിങ്ങൾ രൂപാന്തരപ്പെടണമെങ്കിൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അതിനുവേണ്ടി അവനെ കാൽവറിയിൽ ബലിയർപ്പിച്ചത്. അതിനുവേണ്ടിയാണ് അവൻ്റെ രക്തം ചിന്തിയത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമെല്ലാം സഹിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നൽകി തന്നത് അതിനുവേണ്ടിയാ. എൻ്റെ കൃപ വ്യാപരിക്കുന്നത് അതിനുവേണ്ടിയാ. നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. മിഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? അതിന് ദൈവത്തിൻ്റെ പരിശ്രമം ദൈവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ആ പ്രവൃത്തി ദൈവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഭയത്തോടും ഉറയലോടും കൂടെ നിങ്ങൾ അതിനോട് ചേർന്ന് പ്രവർത്തിക്കണം. എനിക്കിത് വേണ്ട, ഞാൻ ആ ശുദ്ധീകരണത്തിന് നിൽക്കത്തില്ല, ഞാൻ എൻ്റെ സ്വഭാവത്തിന് നിൽക്കും, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം സമ്മതിക്കില്ല. നിങ്ങളിൽ ആ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യാൻ ഇറങ്ങി വരും. അതിനൊരു പക്ഷേ നിന്നെ ശിക്ഷിച്ചിട്ടാണെങ്കിൽ, ബാലശിക്ഷ നൽകിയിട്ടാണെങ്കിൽ, അവൻ ചില മണ്ഡലങ്ങളിൽ നിനക്ക് ബാലശിക്ഷയുടെ ആഴം നിങ്ങൾ അറിയണം കേട്ടോ. ശ്രദ്ധിക്കണേ. തിരുമേശ എടുക്കുമ്പോൾ നാളെ ഞാൻ പറയും വീണ്ടും, അയോഗ്യമായി അപ്പം തിന്നാൽ, ഈ പാനപാത്രത്തിൽ നിന്ന് കുടിച്ചാൽ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകും, പലരും നിദ്ര കൊള്ളും. ഇപ്പോ അയോഗ്യത പാടില്ല. ബാലശിക്ഷയുണ്ട്. ജീവിതത്തിൽ വേറെ ആര് തെറ്റ് ചെയ്താലും ദൈവം പെട്ടെന്നൊന്നും ശിക്ഷിക്കില്ല. കാരണം ഈ ശിക്ഷ ദൈവം മാറ്റി. പക്ഷെ നിന്റെ കാര്യത്തിൽ അങ്ങനല്ല. നിന്റെ കാര്യത്തിൽ ദൈവം നിന്നെ ഈ പാപത്തിൽ വിടത്തില്ല. ദൂത് കേട്ടോണേ, സമ്മതിക്കത്തില്ല. ദൈവം ശിക്ഷിക്കും. അത് പല നിലയിലാ. സ്തോത്രം. മനസ്സിലാക്കി മനസ്സന്തരപ്പെട്ട് ദൈവമുഖം അന്വേഷിച്ച് ആ വിശുദ്ധിയിൽ ജീവിച്ചോണം. കാരണം നിന്നെ അതേ പ്രതിമയാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിന്റെ അകത്തൊരു പണി നടന്നുകൊണ്ടിരിക്കുക. നിനക്കറിയത്തില്ല കേട്ടോ. വായു വരുന്നത് വിളിച്ചു പറഞ്ഞു, വായു വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞത് കേട്ടും പറഞ്ഞും ഒക്കെ ജീവിക്കല്ലേ. ദൈവത്തിനകത്തൊരു പണിയുണ്ട്. കാരണം നിന്നെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുത്തണം. ഒരു കാര്യം അറിയണം, ആ പ്രതിമയായി രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ അതിനിടയ്ക്ക് കാറ്റ് പോയാൽ തീർന്നു. പണി പോയെന്നർത്ഥം. പിള്ളേരുടെ ഭാഷ പറഞ്ഞ പണി പാളി എന്നർത്ഥം. ആ ശുദ്ധീകരണം നടക്കാതെ തീർന്ന പണി പാളി. പേടിപ്പിക്കാനല്ല, എപ്പോൾ വിളി വരുമെന്നറിയില്ല. ശുദ്ധീകരണം പ്രധാനം.
ശുദ്ധീകരണം പ്രധാനം. ശുദ്ധീകരണം വളരെ പ്രധാനം. സ്തോത്രം. ഞാനീ പറയുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നീ അനുഭവിക്കും, അത്രേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ അറിയാം. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ദൂതൊക്കെ ഏറ്റെടുത്തോണം. സമയം നമുക്കറിയത്തില്ല, കിടക്കാൻ സമയം കിട്ടുമെന്നും അനുദപിക്കാനും ഗുണപ്പെടാനും ഒക്കെ സമയം കിട്ടുമെന്നൊന്നും പറയാൻ പറ്റുകയില്ല. സ്തോത്രം. കാലം വല്ലാത്ത കാലം, കാലം വല്ലാത്ത കാലം. ആർക്കും ഈ ദൂത് കേട്ട ഒറ്റ കുഞ്ഞുങ്ങൾക്കും നിത്യത നഷ്ടമാകരുത്. അപ്പം അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് വിശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. കർത്താവേ, എൻ്റെ വായിലെ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനമൊക്കെ നിനക്ക് പ്രസാദമായിരിക്കട്ടെ. എൻ്റെ കുറവെന്നോട് ക്ഷമിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. എല്ലാ രാത്രിയും കടന്നുറങ്ങുന്നതിന് മുമ്പ് പാപമേറ്റു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചിട്ട് വേണം കിടക്കാനെന്ന് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. നാളത്തെ പ്രഭാതം നമുക്ക് കിട്ടുമോയെന്നൊന്നും നമുക്കാർക്കും അറിയത്തില്ല. ആമേൻ. കർത്താവിൻ്റെ വരവ് സംഭവിക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ശുദ്ധീകരണം കൂടാതെ ആരും നമ്മുടെ ദൈവത്തെ കാണുന്നില്ല എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോ നമ്മളിൽ ഇപ്പോൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ എന്താ? വിശുദ്ധീകരണം. അത് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗമൊക്കെ ശുദ്ധീകരണം പറയുന്നതുകൊണ്ട് പാസ്റ്റർമാരിലൂടെ വചനത്തിലൂടെ ഒക്കെ നമ്മളുടെ അകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇത് തന്നുകൊണ്ടിരിക്കുക. അതിനാ, അല്ലാതെ കുത്തുകയല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ശുദ്ധീകരിക്കപ്പെടണം. ശുദ്ധീകരണം ഉണ്ടാകണം. നിനക്ക് ബോധം ഉണ്ടാകണം. കർത്താവിൻ്റെ കൂടെ പോകണം. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടണം. അതിനു വേണ്ടിയാ, നിന്റെ ഗുണത്തിനാ. തിരിച്ചറിഞ്ഞ് ആളുകൾ മാനസാന്തരപ്പെട്ടോണം എന്നാ പറയുന്നത്. സ്തോത്രം. എബ്രായ ലേഖനം 12:6 വാക്യം വായിച്ചായിരുന്നു നമ്മളെ. ഒരു മിനിറ്റ് അതോടെ ഒന്ന് വായിച്ചിട്ട്. ദൈവം നമുക്ക് അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, ഈ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ചെയ്യുമ്പോൾ നമ്മളെ സ്നേഹിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ആദ്യമേ ഞാൻ പറഞ്ഞു, സ്നേഹമാണ് ദൈവത്തിന്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. ദൈവം ശിക്ഷിക്കുന്നത് സ്നേഹത്തിന്. ഈ ഒരു കാര്യത്തോടെ ഞാൻ പറയാം, തെറ്റ് ചെയ്താൽ അന്നേരം തന്നെ ദൈവം ശിക്ഷിക്കണം. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങൾ എന്നാ തെറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു ശിക്ഷ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഒരു അടിയില്ല, നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഡേഞ്ചർ സോണില്ല. ഈ പിള്ളേരുടെയൊക്കെ പ്രോഗ്രാമിനകത്ത് പറയും ഡേഞ്ചർ സോൺ എന്ന് പറയും. അപകട സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. തൻ്റെ മകനെ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കും അവനറിയാം, അല്ലേ? ശിക്ഷിക്കും അവനറിയാമല്ലോ, ഞാൻ വഴി തെറ്റിപ്പോയി, എൻ്റെ റൂട്ട് ഇച്ചിരി മാറിപ്പോയി, കർത്താവ് ഞാൻ തിരിച്ചു വരും. പക്ഷേ ദൈവം അടിക്കാതിരിക്കുന്നവരുണ്ട്. ആരെയാ അടിക്കാത്തത്? ശിക്ഷിക്കാത്തത് ആരെയാ? തെറ്റ് ചെയ്താലും ശിക്ഷിക്കാത്ത ആരെയാ? ദൈവം ശിക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. ദൈവത്തിന് ജനിച്ചവരല്ലെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളല്ലെങ്കിൽ ദൈവം എല്ലാത്തിനകത്തൊന്നും ഇടപെടില്ല. അന്ത്യന്യായവിധി പിന്നെ കൊടുക്കാന്ന് വെക്കും. അതാ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്ര. പലവന്മാർ പല നെകളിപ്പ് കാണിച്ചിട്ടും ശിക്ഷയൊന്നും കിട്ടുന്നില്ല. അവന്മാർ നെകളിച്ചിട്ട് പറയാ, ഞാൻ ഇത്രയൊക്കെ നടത്തിയിട്ടും എന്നെ ശിക്ഷിക്കുന്നില്ല, ഇത് തന്നെ നല്ല കാര്യം, ചുമ്മാതാണെന്നേ, ശിക്ഷയൊന്നും ലോകത്തിൽ, ഇതൊക്കെ വെറുതെ പറയുന്നതാ. മാക്സിമം പാപം ചെയ്യാം. സഹോദര, ചെയ്തോ, ഞങ്ങൾക്ക് വിരോധമില്ല. നീ അവൻ്റെ മകനായിരുന്നെങ്കിൽ അവൻ നിന്നെ അടിച്ചേനെ, അവൻ നിന്നെ ശിക്ഷിച്ചേനെ. കാരണം മക്കളെ ശിക്ഷിക്കുന്നൊരപ്പനാ. എന്തിനാ? മക്കൾ മടങ്ങി വരണം, മക്കൾ നല്ല വഴിയിലേക്ക് വരണം. പക്ഷെ നീ മക്കളല്ലാത്തത് കൊണ്ടാ, നീ മകനല്ലാത്തത് കൊണ്ടാ നീ ഇതൊക്കെ കാണിച്ചിട്ടും ദൈവം മൈൻഡ് ചെയ്യാത്തത്. ദൂതുവെല്ലാം പിടികിട്ടിയോ? നമ്മളെ ശിക്ഷിക്കും. അരുതാത്തൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ, മനസമാധാനം പോവും. സ്തോത്രം. തെറ്റ് ചെയ്താലുണ്ടല്ലോ, കുറ്റബോധം കൊണ്ട് ഇരിക്കാൻ വയ്യാതാവും. ആണോ? സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ മക്കളുടെ പ്രത്യേകത. സ്തോത്രം. എന്ന് വരെയാ ഈ ശിക്ഷ. ആ വാക്യം വായിച്ചു നിർത്തിയോ? എന്നിട്ട് കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. ബാലശിക്ഷ സഹിച്ചോണം. സ്തോത്രം. അങ്ങനെ സഹിച്ചാൽ ഓർത്തോണം, ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് ഇടപെടുക. ചോദ്യം, അപ്പൻ ശിക്ഷിക്കാത്ത മകനേ അതുള്ളൂ. അതാ ഞാൻ പറഞ്ഞ വാക്യം.
ഇത് കിട്ടിയില്ല, നിങ്ങൾ ആരല്ല? ആമേൻ. മക്കളാണെ നല്ല അടി കിട്ടും. ആവശ്യമില്ലാത്തടത്ത് പോയ ദൈവം അടിക്കും. ആവശ്യമില്ലാത്ത നോക്കി അന്നേരം കിട്ടും ശിക്ഷ. സ്തോത്രം. പിന്നത്തേക്കല്ല, സ്പോട്ടിൽ കിട്ടും. പിന്നെ പോയി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചിലത് തടയും, ചില നന്മ തടയും, അല്ല ചില അനുഗ്രഹങ്ങളുടെ ഒഴുക്ക് കുറയും, ചില സ്വസ്ഥത നഷ്ടപ്പെടും, അനുഗ്രഹം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. അവന് മനസ്സിലായി, അയ്യോ എനിക്ക് പോയി, എനിക്ക് എന്തോ കുഴപ്പമായി, എനിക്ക് തിരികെ വരണം. അവൻ ആഗ്രഹിക്കും, പോരാ എനിക്ക് അസ്വസ്ഥതയാ, എൻ്റെ ദൈവത്തിങ്കിലേക്ക് എനിക്ക് മടങ്ങി. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പിടികിട്ടുന്നുണ്ടോ? നഷ്ടപ്പെട്ട സന്തോഷം എനിക്ക് തിരിച്ചു തരണേ. ആരാധിക്കുന്നു, സന്തോഷമില്ല. കാര്യം എന്നാ? ബാലശിക്ഷ കിടക്കുക. ആമേൻ. മടങ്ങി വന്നാൽ അപ്പൻ്റെ അടുത്തിരിക്കുന്ന സന്തോഷം, അപ്പൻ്റെ വചനം കേൾക്കുന്ന സന്തോഷം, അപ്പന് പാടുന്ന സന്തോഷം, ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ശിക്ഷയ്ക്കകത്ത മടങ്ങി വാ. പരിശുദ്ധാത്മാവ് പറയുക, ഈ ആലയത്തിൽ ആരാധന മധ്യേ വചനമധ്യേ ഞാൻ വിളിച്ചു പറയുക, അപ്പന്റെ അടുത്തേക്ക് മടങ്ങി വാ, അപ്പന്റെ കൃപയിലേക്ക് മടങ്ങി വാ. ധൂർത്തുപുത്രൻ മടങ്ങി വന്നതുപോലെ ഈ ദിവസങ്ങളിൽ മടങ്ങി വരാമെങ്കിൽ നിനക്ക് വേണ്ടി ദൈവമൊരുക്കിയ നന്മയുണ്ട്. എന്ന് വരെയാ യേശുക്രിസ്തുവിന്റെ നാളോളം ഈ ബാലശിക്ഷയും ഈ ശുദ്ധീകരണം തുടരും. ഒന്നുകിൽ നമ്മൾ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാളോളം, കർത്താവിനെ മടങ്ങി വരും വരെ. യോഹന്നാൻ ഇങ്ങനെ പറയുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ വായിച്ച മോളെ വേഗം വായിച്ചു. നാം ഇപ്പോൾ ആരാ? ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഈ പ്രത്യാശയുള്ള ഒരു സ്തോത്രം ചെയ്താട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇതിനു വേണ്ടിയാ, താൽക്കാലിക കാര്യത്തിന് വേണ്ടിയല്ല കേട്ടോ. ആ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാ, ആ നിത്യ സൗഭാഗ്യത്തിൽ നമ്മളെ തടയുന്ന, അല്ലെ നമ്മുടെ പാപ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തോട് അടുക്കാൻ വേണ്ടിയാ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഇനി എന്തുകൊണ്ടാ ദൈവം അത് പൂർത്തിയാക്കുന്നു എന്ന് പറയാൻ കാരണം ഉത്തരേ ഉള്ളൂ. ആരംഭിച്ചതാരാ? നല്ല പ്രവൃത്തി ആരംഭിച്ചതാരാ? ദൈവം. ആരംഭിച്ച ദൈവമാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? അത് പൂർത്തീകരിക്കും. പൂർത്തീകരിക്കില്ലേ? നിശ്ചയമായും. തുടങ്ങിയത് ദൈവമാണെങ്കിൽ അവൻ അവസാനിപ്പിക്കും, അതിനൊരു പൂർത്തീകരണം വരുത്തും. അത് ഏത് കാര്യവും ദൈവമായിട്ട് തുടങ്ങി വെച്ചതൊന്നും വഴിയിലിട്ടേച്ച് പോകത്തില്ല. മനുഷ്യൻ തുടങ്ങിയത് പലതും മുടങ്ങിക്കിടക്കുക, പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ദൗത്യം പരാജയപ്പെടത്തില്ല. അവനാണോ തുടങ്ങിയത്? നിന്റെ അകത്തൊരു നല്ല പ്രവൃത്തി അവൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, രക്ഷയുടെ ആ അനുഭവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നിന്നെ നടത്തിയിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം വീണ്ടും ജനനത്തിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ, ആ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുന്നത് വരെ ദൈവം നിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. കാരണം നമ്മുടെ ദൈവം എബ്രായർ 12:2 പറയുന്ന പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. എന്തുകൊണ്ടാ ദൈവം തന്നെ ഇത് പൂർത്തീകരിക്കുമെന്ന് ചോദിച്ചാൽ, മനുഷ്യനും ഇത് പൂർത്തീകരിക്കാൻ പറ്റുകയില്ല. മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റില്ല? എന്നെ ശ്രദ്ധിച്ചേ. നിങ്ങളിപ്പോൾ ഈ ദൂതൊക്കെ കേട്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വിശുദ്ധീകരണമൊക്കെ വരുത്താൻ പറ്റുമോ? പറ്റുകയില്ല. അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണേ. നിങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ചാലേ പറ്റൂ. ഇന്നു മുതൽ ഞാൻ ഇനി ഒരു പാപവും ചെയ്യുന്നില്ല, ഇന്നു മുതൽ ഞാനൊരു മോശപ്പെട്ട വാക്കും പറയത്തില്ല, ഭയങ്കര ശപഥം. പറ്റുമോ മോനെ? ശപഥം എടുത്തിട്ട് പോയാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ്, അതാണ് മനുഷ്യൻ. മനുഷ്യന്റെ അഹങ്കാരത്തിന് ഇവിടെ പ്രസക്തിയില്ല. മനുഷ്യൻ ജഡമാ. പിന്നെ എങ്ങനെയാ പാസ്റ്ററെ? ഇവിടെയാണ് തിരിച്ചറിവ്. എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ മാത്രമേ എനിക്കിത് പറ്റൂ. അവിടുന്ന് എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ഈ വിശുദ്ധീകരണം പ്രാപിക്കാൻ പറ്റില്ല. ഈ പ്രലോഭനത്തിൽ ഞാൻ വീണുപോകും. ദൈവം എന്നെ സഹായിക്കണം. അതിനാണ് ദൈവാശ്രയ ബോധം. ഇന്ന് രാവിലെ പറഞ്ഞില്ലേ, അവനെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും, അവനെ പിരിഞ്ഞിട്ട് നീ വലിയ വിശുദ്ധിയിൽ നടക്കും, വർത്തമാനം പറയും, കാര്യം നടക്കുകയല്ല. നിന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ
നിനക്ക് അവനുമായിട്ട് ബന്ധമുണ്ടാകണം. അവൻ കൂടെ നിന്നാൽ, അല്ലേ, മഹത്വത്തിൻ്റെ പ്രത്യാശിയായ ക്രിസ്തു അകത്ത് നിന്നാൽ ഏത് പ്രലോഭനം അകത്തോട്ട് കയറും? പിടികിട്ടുന്നുണ്ടോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു എന്ന് പൗലോസ് പറയുക. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ആത്മാവിൻ്റെ അഭിഷേകം നിന്നിരിക്കട്ടെ. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നീ അവനോട് അടുത്താട്ടെ. അവൻ തിരുവെഴുത്ത് വായിച്ച് അവനുമായിട്ടുള്ള ബന്ധം അവൻ വർദ്ധിക്കട്ടെ. അങ്ങനെ നീ ദൈവത്തിൽ വേരൂന്നിയാൽ, കർത്താവിൽ അടുത്ത് വസിച്ചാൽ നീ എന്ത് ചെയ്യും? വിശുദ്ധീകരണത്തിലേക്ക് വരും. ഇല്ലെങ്കിൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ ആത്മാവിൽ ആരംഭിച്ചിട്ട്, ഗലാത്യർ 3:3, ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിക്കുക. എത്രയോ പേരുടെ അവസാനിച്ചിരിക്കുക. ഭയങ്കര കൃപയിലായിരുന്നു, ഭയങ്കര, അല്ലേ? ആ ഇറങ്ങിയ കാലത്തൊക്കെ എന്നായിരുന്നു ചിലരൊക്കെ. ഇപ്പൊ എവിടാ നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ പലരുടെയും കാര്യം, അല്ലേ? ഇപ്പൊ എവിടാ? ആത്മാവിൽ ആരംഭിച്ചു, ഇപ്പോ ജഡത്തിൽ അവസാനിച്ചിരിക്കുക. കാര്യം ദൈവസാന്നിധ്യം അങ്ങ് പോയി. ശരിയല്ലേ? പാപം കയറിയപ്പോൾ, അശുദ്ധി കയറിയപ്പം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ, മാനസാന്തരപ്പെടാതെ വന്നിരുന്ന് കൊട്ടി പാടി. ദൂത് കേൾക്കണേ, ദൂതെല്ലാം കേട്ടു. പക്ഷേ മാനസാന്തരമില്ലാതെ പാട്ടും പ്രാർത്ഥനയും അന്യഭാഷയും ദൂതും പ്രവചനവും എല്ലാ പണിയുണ്ട്. സകല മർമ്മങ്ങളും വിവേചിക്കും. പക്ഷേ ആത്മാവിൽ ആരംഭിച്ചത് ഇപ്പൊ ജഡത്തിലാ. പിടികിട്ടുന്നുണ്ടോ? അവിടെയാ ആത്മാവിനാൽ ജഡത്തെ മരിപ്പിക്കണമെന്ന് പറഞ്ഞത്. ദൂത് കേട്ട്, കർത്താവേ, നീ ഇല്ലാതെ എനിക്ക് ഒരു സെക്കൻഡ് ജീവിക്കാൻ പറ്റില്ല. നിന്റെ കൃപയില്ലാതെ എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റില്ല. നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ആത്മകൃപ വ്യാപരിക്കാൻ പറ്റുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനെ മുറുകെ പിടിച്ചോണം കേട്ടോ. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കോട്ടെ. അച്ഛാ, എനിക്ക് സമയം പോയി, 8:30 ഞാൻ 5 കാര്യങ്ങളോട് നിങ്ങളോട് പറഞ്ഞാൽ പ്രസംഗിക്കത്തില്ല, പറയത്തേ ഉള്ളൂ. ഒന്ന്, അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ ഭാഗത്ത് നമ്മൾ രാവിലെ പറഞ്ഞ ദൂത, ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? വസിക്കണം. 2, തിരുവെഴുത്ത് വചനം അനുസരിക്കണം. വായിക്കണം, ധ്യാനിക്കണം, അനുസരിക്കണം. വചനം നമ്മിൽ വസിക്കാൻ ഇടയാകണം. വാക്യം വായിക്കുന്നില്ല. നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. വിശ്വാസം തള്ളിക്കളയരുത്. ആമേൻ, അല്ലേ? അടുത്തത്, നിത്യത മുന്നിൽ കണ്ടോണ്ട് ജീവിച്ചോണം. പല ആളുകളും തകർന്ന എന്താണെന്നറിയാമോ? ലോകത്തിലോട്ട് നോക്കി, നിത്യത നോക്കിയിട്ടൊക്കെ ഇറങ്ങിയത്, അല്ലേ? എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചു, ദൈവരാജ്യമൊക്കെയാ ചിന്തിച്ചു വന്നത്, സ്വർഗത്തിൽ പോകണമെന്നും പറഞ്ഞ് ഇറങ്ങി വന്നത്. പക്ഷെ ക്രമേണ നോട്ടമങ്ങി ലോകത്തിലേക്ക് മാറി, അല്ലേ? പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചാൽ മതി, ഇവിടെ എന്തെങ്കിലുമൊക്കെ നേടിയാൽ മതി, ഇവിടെ എന്തെങ്കിലുമൊക്കെ, അല്ലെ, സൃഷ്ടിച്ചാൽ മതി. ഇവിടെ ഒരു ജീവിതം സേഫ് ആക്കണം, അല്ലെ? പിന്നെ പ്രാർത്ഥനയും ഉപവാസവും ജാഗരണവും എല്ലാം എന്തിനു വേണ്ടിയാച്ചാ? ഇവിടുത്തെ കാര്യത്തിന് വേണ്ടി, വീടുണ്ടാകാൻ, കുഞ്ഞുങ്ങളുടെ പഠനം നടക്കാൻ, കാര്യങ്ങൾ, അല്ലേ? വേറൊന്നിനു വേണ്ടി ഉപവാസിക്കുമോ? വേറൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കുമോ? ഈ വിളിക്കുന്നതെല്ലാം ഭൗതികതയ്ക്ക് വേണ്ടിയായി. നിത്യത മറന്നു. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം അതെല്ലാം വാക്യങ്ങൾ ഞാൻ എല്ലാം വായിപ്പിക്കുന്നില്ല, സമയമില്ല കേട്ടോ. നിത്യത മുന്നിൽ കണ്ട് ജീവിച്ചാൽ നിന്നെ ദൈവം ശുദ്ധീകരിക്കും, ബലപ്പെടുത്തും. നിന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശാന്തമായി സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വിശ്വാസമുണ്ട്, എന്നോട് ഈ വചനമൊക്കെ വായിച്ച് ധ്യാനിച്ചപ്പോൾ എന്നോട് ദൈവം ഇടപെട്ടു. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, 10 വിശ്വാസത്തിൽ വന്നിട്ട് ഏതാണ്ട് 30 വർഷം, 35 വർഷത്തോളമായിട്ടുണ്ട്. വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഏതാണ്ട് 22 വർഷത്തോളം ആയിട്ടുണ്ട്. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനിടയ്ക്ക് തള്ളിപ്പോകാതെ, തള്ളിക്കളയാതെ, അല്ലേ, നിത്യത നഷ്ടമാകാതെ നമ്മെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ
തികയ്ക്കും. അതിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ആരംഭിച്ചത് ദൈവമാ, ദൈവം ചെയ്യുന്നതൊക്കെ നന്മയാ. പരിശുദ്ധാത്മാവ് ഇന്ന് അനേക ദൂതുകൾ ഇടപെട്ടു. ഈ നന്മയുള്ള ദൈവത്തെ അറിഞ്ഞതാ നമ്മുടെ അനുഗ്രഹം. ആരൊക്കെ തിന്മ ചെയ്താലും അതിനെയൊക്കെ നന്മയാക്കുന്ന ദൈവമാ. സ്തോത്രം. ആ ദൈവം നിന്നെ ശിക്ഷിക്കുന്നത് പോലും നിന്റെ നന്മയ്ക്കാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്യന്തിക ഉദ്ദേശം അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് നീ അനുരൂപരാകണമെന്നാ. ജീസസ്. ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നിൽ ആരംഭിച്ച ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക്, എന്നിൽ ആരംഭിച്ച ആ കർത്താവെ ആ ജീവൻ്റെ പ്രവൃത്തിയിലേക്ക്, ആ വിശുദ്ധീകരണത്തിലേക്ക് എന്നെ അതിൻ്റെ പൂർണ്ണതയിലേക്കൊന്ന് കൊണ്ടുപോകണമേ. കർത്താവിൻ്റെ വരവിൽ തേജസ്സോടെ നിൽക്കാൻ, ആമൻ അങ്ങേ കാണുമ്പോൾ ആമൻ ആ തേജസ്സോടെ നിൽക്കുവാൻ, ആ സ്വരൂപത്തോട് അനുരൂപരാകാൻ എന്നെ ഒരുക്കണമേ എന്ന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിച്ച ഒത്തിരി ആളുകളുടെ നടുവിൽ ആമേൻ ആമേൻ നമുക്ക് പറയാം, കർത്താവേ ആമൻ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കാൻ കർത്താവ് എനിക്ക് കൃപ നൽകണമേ.